ഹായ് ഫ്രണ്ട്സ്, ഇഷിതയുടെയും മഹേഷിൻ്റെയും ഏറ്റവും പുതിയ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പോലീസുകാരൻ ആകാശിനോട് പറയാണ്, മഹേഷിൻ്റെ വീട്ടിൽ കൊച്ചില്ല, പക്ഷേ ഒരു പോലീസുകാരനെ മഫ്തിയിൽ ഞാനവിടെ ഡ്യൂട്ടിക്ക് ഇട്ടിട്ടുണ്ട്, ഒരാഴ്ച ആളവിടെ നിൽക്കട്ടെ, നമുക്ക് അന്വേഷിച്ച് വിവരം കണ്ടെത്താമെന്നൊക്കെ പറയട്ടെ. ഇത് കേട്ടിട്ട് രജനിക്ക് ആകെ സങ്കടമാവണം. താൻ അന്വേഷിക്കാതിരിക്കും, നമുക്ക് അന്വേഷിക്കാമെന്ന് ആകാശ് പറയുന്നുണ്ട്. ഇതേ സമയം ആദ്യമാണെന്നുണ്ടെങ്കിൽ ഒരു ഷോപ്പിൽ കയറി നിന്നിട്ട് ഇങ്ങനെ കഴിക്കുന്നതൊക്കെ നോക്കുകയാണ് കേട്ടോ. എന്നിട്ട് കഴിക്കുന്നത് എന്താണെന്നൊന്നും മനസ്സിലാവുന്നില്ല. അവസാനം ആ കുട്ടി കഴിക്കുന്നത് എന്താണെന്ന് ചോദിക്കും അയാളോട്, വെയിറ്ററോട്. അപ്പോൾ അയാൾ പറയുന്നുണ്ട് അത് ഫലൂദയാണ്, എനിക്കും അത് മതി എന്ന് പറയും കേട്ടോ. അങ്ങനെ അയാൾ അത് കൊണ്ടു കൊടുക്കുന്നുണ്ട്. ആദ്യമാണെന്നുണ്ടെങ്കിൽ അത് ടേസ്റ്റോട് കൂടിയിട്ട് കഴിക്കുന്നുണ്ട് കേട്ടോ. കഴിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നീട് കാണിക്കുന്നത് മഹേഷിനാണ് കേട്ടോ. മഹേഷും അതേ ഷോപ്പിലേക്ക് കയറി വരികയാണ്. ഈ സമയത്ത് ആദ്യം കഴിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കേഷ്യർ ചോദിക്കുന്നുണ്ട്, അതെ എവിടേക്കാണ് പോകുന്നത്, കാശില്ലേന്ന് ചോദിക്കുക. കാശോ, അയ്യോ എൻ്റെ കയ്യിൽ കാശില്ല എന്ന് പറയും കേട്ടോ. അപ്പോഴേക്കും മഹേഷ് അവിടേക്ക് ഒരു മോനെ ആദി എന്ന് വിളിക്കിട്ടോ. അപ്പോൾ ആ ഡാഡി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചെല്ലും കേട്ടോ. അപ്പോൾ എന്താ പ്രശ്നം, അതെ കഴിച്ചിട്ട് കാശ് തരാതെ പോകാണ്, ആ കാശ് എടുക്കാനാവും മറന്നതായിരിക്കും, ഞാൻ തരാമെന്ന് പറഞ്ഞിട്ട് ആ മോനെ വിളിച്ച് ഉള്ളിലേക്ക് പോകാണ് കേട്ടോ. എന്നിട്ട് മോൻ ഇഷ്ടമുള്ളത് എന്താണെന്ന് വെച്ചാൽ കഴിക്കാൻ പറയും, ഡാഡി വാങ്ങിച്ചു തരാമെന്ന് പറയും. വേണ്ട ഡാഡി, ഞാനിപ്പോൾ കഴിച്ചതേ ഉള്ളൂ, എനിക്കൊന്നും വേണ്ട, എനിക്ക് ചോക്ലേറ്റ് പറയട്ടെ എന്ന് പറയും. ആ ശരി, മധുരമാണോ എന്ന് ചോദിക്കുന്നത്. ആ അതെ മധുരമാണെന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെ ചോക്ലേറ്റ് കൊടുക്കുകയാണ്. ഞാൻ അമ്മനോട് പറയാതെയാണ് പോന്നിരിക്കുന്നതെന്ന് പറയട്ടോ. ആഹാ, അമ്മനോട് പറയാതെയാണ് പോന്നിരിക്കുന്നത്, അമ്മയ്ക്ക് ദേഷ്യം വരും, എന്തായാലും ഡാഡിയെ കണ്ടെന്ന് പറയണ്ടെന്ന് പറയട്ടോ. അതിനെന്താ ഡാഡിയെ കണ്ടെന്ന് പറഞ്ഞാൽ അമ്മയുടെ ഫോണിൽ ഡാഡിയുടെ ഫോട്ടോ ഒക്കെ ഉണ്ട് എന്നൊക്കെ പറയും കേട്ടോ. രജനിയാണ് മഹേഷ് ഉദ്ദേശിക്കുന്നത്, പക്ഷേ ഇഷിതിനെ കുറിച്ചാണ് ആദ്യം പറയുന്നത്. അതിനുശേഷം മഹേഷും ആദ്യം അവിടെ നിന്ന് പോകും കേട്ടോ. മഹേഷ് പോകുന്നില്ല, ആദ്യം പറഞ്ഞയക്കുന്നുണ്ട്. ആ സമയത്ത് അവിടേക്ക് വിനോദും സുജിയും കൂടെ വരികയാണ്. അപ്പോൾ തന്നെ ഏട്ടൻ എന്തായാലും കാണണ്ട, ഞാൻ എന്തായാലും ഏട്ടൻ്റെ അടുത്തൊന്ന് പോയിട്ട് വരട്ടെ. അപ്പോൾ വിനോദാണെന്നുണ്ടെങ്കിൽ ആദ്യമേ മഹേഷിനും കൂടെ കാണുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം പിന്നീട് മഹേഷിൻ്റെ അടുത്ത് ചെന്നിട്ട് ചോദിക്കുകയാണ്, ഏട്ടൻ എന്താ ഇവിടെ, ഞാനൊരു കോഫി കുടിക്കാൻ വേണ്ടി കയറിയതാ. അതെ ഞാനും അതേ എന്ന് പറയട്ടോ. അങ്ങനെ രണ്ടുപേരും കോഫി ഓർഡർ ചെയ്യുകയാണ് കേട്ടോ. അങ്ങനെ രണ്ടുപേരും കൂടെ സംസാരിക്കുകയാണ്. എം ഡിയുടെ കാര്യമൊക്കെ സംസാരിക്കുന്നു. എനിക്ക് എം ഡിയെ അറിയുമെന്ന് ചോദിക്കുമ്പോൾ അറിയാം, ആളുടെ മോള് എൻ്റെ ഫ്രണ്ടാണെന്നൊക്കെ പറയും കേട്ടോ. നീയൊന്ന് ഇടപെടേണ്ടി വരും എന്ന് പറയാം കേട്ടോ. അതിനെന്താ ഏട്ടൻ പറഞ്ഞാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ രണ്ടുപേരും കൂടിയിട്ട് സംസാരിച്ച് കോഫി കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കോൾ വരാൻ കേട്ടോ മഹേഷിന്. പെട്ടെന്ന് ഓഫീസിലേക്ക് ചെല്ലാൻ പറഞ്ഞിട്ട്, അതെ എനിക്ക് അർജൻറ്റായിട്ട് പോകണം എന്ന് പറയാം കേട്ടോ മഹേഷ്. ശരി ഏട്ടാന്ന് പറഞ്ഞിട്ട് മഹേഷിനെ പുറത്തേക്ക് കൊണ്ടുപോവുകയാണ് വിനോദ്. അങ്ങനെ മഹേഷ് പോയതിന് ശേഷം വിനോദ് പോയിട്ട് സുജിനെ വിളിച്ചുകൊണ്ട് വരികയാണ്. സുജിനെയും കൂടി കൊണ്ടുവന്ന് ഷോപ്പിലേക്ക് കൊണ്ടുവരികയാണ്. എന്നിട്ട് സുജിക്ക് ആവശ്യമുള്ളതൊക്കെ ഓർഡർ ചെയ്ത് കൊടുക്കുകയാണ്. കട്ട്ലേറ്റും പപ്സൊക്കെ ഓർഡർ ചെയ്യുന്നുണ്ട്. അതിനുശേഷം വിനോദിനോട് കോഫി വേണ്ട, ലെമൺ ടീ വേണ്ട എന്നൊക്കെ ചോദിക്കുമ്പോൾ, വേണ്ട ഞാൻ ഏട്ടൻ്റെ കൂടെ കോഫി കുടിച്ചു. നീ സൗത്ത് ആയിരുന്നല്ലോ, ഇപ്പം നോർത്തായോ, ഇത്രയും ഒബീഡിയൻ്റ് ആയ അനിയനെ ഞാൻ കണ്ടിട്ടില്ല എന്നൊക്കെ പറയും. അപ്പോൾ പറയുന്നുണ്ട്, പട്ടിണി കിടന്നിട്ടാണ് ഏട്ടൻ എന്നെ നോക്കിയത്, എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ടത്, പക്ഷേ ഏട്ടനെ തല്ലി ഞാൻ എൻ്റെ ജീവിതം നശിപ്പിച്ചു, എൻ്റെ ഏട്ടൻ്റെ മനസ്സമാധാനം നശിപ്പിച്ചു എന്നൊക്കെ പറയാണ് കേട്ടോ. എന്തായാലും നിനക്ക് ചെയ്ത തെറ്റൊക്കെ തിരിച്ചറിയാനുള്ളൊരു മനസ്സുണ്ടായല്ലോ, അത് തന്നെ വലിയ കാര്യം എന്നൊക്കെ പറയാൻ കേട്ടോ. എന്തായാലും ഇനി എൻ്റെ ഏട്ടനെ എനിക്ക് വേദനിപ്പിക്കാൻ പറ്റില്ല എന്ന് പറയും കേട്ടോ. അപ്പോൾ സുജി പറയുന്നുണ്ട്, നമ്മുടെ കാര്യം പറയുമ്പോൾ മഹേഷ് ഏട്ടൻ വേണ്ടാന്ന് പറഞ്ഞാൽ നീ എന്നെ ഉപേക്ഷിക്കുമോ, അങ്ങനെയൊന്നും ഏട്ടൻ സമ്മതിക്കാതിരിക്കില്ല, ഒരു പക്ഷേ അങ്ങനെയാണെങ്കിൽ അതാണ് ചോദിച്ചതെന്നൊക്കെ പറയും കേട്ടോ സുജി. അപ്പോൾ പറയുന്നുണ്ട്, ഓ ശരി, അങ്ങനെയൊന്നും ഉണ്ടാവില്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മഹേഷ് ഏട്ടൻ എന്നെ വേണ്ടാന്ന് പറഞ്ഞാൽ, എന്നെ കല്യാണം കഴിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ ഒഴിഞ്ഞു തരാം, എനിക്കതിൽ വിഷമമൊന്നുമില്ല എന്ന് പറയട്ടോ. നീ എന്താ വെറുതെ ആവശ്യമില്ലാത്ത ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുക, നീ ആ വിഷയം വിട്ടേ എന്ന് പറയാൻ കേട്ടോ. അല്ല, എൻ്റെ വിധി അനുസരിച്ച് ചിലപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ടെന്ന് പറയാൻ കേട്ടോ. നീ ആ ഇൻ്റർവ്യൂവിൻ്റെ കാര്യം നോക്കി, ഇപ്പം തന്നെ അറിയാമെന്നല്ലേ പറഞ്ഞതെന്ന് പറയുമ്പോൾ സുജി മെയിലെടുത്ത് നോക്കുമ്പോൾ സുജിക്ക് ജോലി കിട്ടിയിട്ടോ, നാളെ തന്നെ ജോയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ആണോ, എങ്കിൽ നമുക്ക് അടിച്ചു പൊളിക്കാം, പുറത്തൊക്കെ ഒന്ന് പോകാം. അയ്യോ വേണ്ട, ഇളയമ്മ ദേഷ്യപ്പെടുന്നു പറയട്ടോ. അതിനെന്താ എൻ്റെ കൂടെയല്ലേ പോകുന്നത്, എന്താ എന്നെ പേടിയുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. നിന്നെ എനിക്ക് എന്തിനാ പേടി, നിന്നെ എനിക്ക് പേടിയൊന്നുമില്ല എന്നറിയും. അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും കൂടി പുറത്തൊക്കെ പോയിട്ട് അടിച്ചു പൊളിക്കാമെന്നൊക്കെ പറഞ്ഞു കേട്ടോ. അവർ രണ്ടുപേരും കൂടെ അവിടെ നിന്ന് പോകുന്നുണ്ട്. അതിനുശേഷം ഇഷിത ഹോസ്പിറ്റലിലേക്ക് തിരിച്ച് വന്നിട്ട് സെക്യൂരിറ്റിനെ വഴക്ക് പറയാൻ കേട്ടോ, സൈക്കിൾ കൊടുത്തതിന്. ഈ സമയത്ത് ആദ്യം അവിടേക്ക് വരികയാണ്. ആദ്യം വരുമ്പോൾ തന്നെ ഇഷിത അങ്ങനെ പിണങ്ങി നിൽക്കുന്നുണ്ട്. എന്താ അമ്മേ, എന്ത് പറ്റി, സൈക്കിൾ എടുത്ത് പോകാനായിട്ട് മോനോട് ആരാ പറഞ്ഞത്, അമ്മനോട് പറയാതെ പോകരുതെന്ന് പറഞ്ഞതല്ലേ എന്ന് പറയട്ടോ. സോറി അമ്മേ, ഇനി ഞാൻ ചെയ്യില്ല, ഇനി റിപ്പീറ്റ് ചെയ്യില്ലല്ലോ. ഇല്ല അമ്മേ, സോറി അമ്മേ, സൈക്കിളൊക്കെ ചവിട്ടാൻ നന്നായിട്ട് അറിയാമല്ലോ എന്ന് ചോദിക്കുമ്പോൾ, അറിയാം, ആര് പഠിപ്പിച്ചതെന്ന് ഓർമ്മയുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. റൂമിലെത്തിയ ശേഷം ഇല്ല, അതൊന്നും ഓർമ്മയില്ല എന്ന് പറയട്ടോ. എന്നിട്ട് എന്തൊക്കെ കണ്ടു കഴിച്ചു അങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അതെ, ഞാൻ പോകുന്ന വഴിക്ക് ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫിനെ കണ്ടു, അവരെ എനിക്ക് എന്തോ പരിചയമുള്ള പോലൊക്കെ തോന്നി എന്ന് പറയട്ടോ. അപ്പോൾ ഇഷിതിങ്ങനെ മനസ്സിലാലോചിക്കുന്നുണ്ട്, ഒരു പക്ഷേ ഇഷാദിൻ്റെ അമ്മയും അച്ഛനും ആയിരിക്കും അതെന്നൊക്കെ ആലോചിക്കുന്നുണ്ട്. എന്തായാലും എനിക്ക് ഈ വീട്ടിലേക്ക് പോകണം, ചിപ്പിനെയും അച്ഛമ്മനെയും എല്ലാവരെയും കാണണം എന്നൊക്കെ പറയാൻ കേട്ടോ.
അപ്പോൾ പറയുന്നുണ്ട് ഇഷിത നാളെ പോകാം, ഒരു ഡേ അവിടെ നിന്നതിന് ശേഷം പിറ്റേ ദിവസം വരാം, പിന്നെ അസുഖം മാറിയിട്ട് പോകാം എന്നൊക്കെ പറയട്ടോ. അപ്പോൾ ആദ്യം ഇങ്ങനെ ഇഷിത പോയ ശേഷം അയ്യോ ഡാഡിയെ കണ്ട വിവരം അമ്മയോട് പറഞ്ഞില്ല എന്നൊക്കെ പറയുന്നുണ്ട് മനസ്സിൽ. പിന്നീട് കാണിക്കുന്നത് വിവേകും മഹേഷും കൂടിയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കമ്പനി വിട്ടു പോകാത്തത് ആകാശ് എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ്. ചിലപ്പോൾ അവൻ വിചാരിക്കും ഞാൻ പേടിച്ച് ഓടിപ്പോയതാണെന്ന് അങ്ങനെ പറയട്ടോ. എന്തായാലും അനുരാധ വരുമ്പോൾ അനുരാധൻ നല്ല രീതിയിൽ കെയർ ചെയ്യണം എന്നൊക്കെ പറയട്ടെ. ഈ സമയത്ത് അനുരാധമ്മേട്ടൻ വിളിക്കുന്നുണ്ട്. അപ്പോൾ വിളിച്ചിട്ട് പറയുന്നുണ്ട് എം ഡിയുടെ മകള് സ്ഥലത്ത് എത്തിയിട്ടുണ്ട്, പിക്ക് ചെയ്യാൻ പോകണമെന്ന് പറയട്ടോ. ഞാൻ പോകാം. വേണ്ട, വിനോദിനെ പറഞ്ഞയച്ചാൽ മതി, അവർ കുറച്ച് നാളായില്ലേ കണ്ടിട്ടെന്ന് പറയാണ്. ആ ശരി മേഡം, അതിനെന്താ, ഞാൻ വിനോദിനെ പറഞ്ഞയക്കാന്നൊക്കെ പറയാണ് കേട്ടോ. പിന്നെ അവൾക്ക് ഹോം സ്റ്റേ ആണ് കേട്ടോ ആഗ്രഹം, അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം എന്നൊക്കെ പറയുമ്പോൾ ചെയ്യാം, അതൊക്കെ വേണ്ട രീതിയിൽ ചെയ്തു കൊടുക്കാം എന്നൊക്കെ പറയാനേ. അങ്ങനെ വിവേകിനോട് പറയുന്നുണ്ട് എന്തായാലും മകളെ നമ്മൾ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്താലേ നമുക്ക് കാര്യമുള്ളൂ എന്നൊക്കെ പറയണേ. അങ്ങനെ ആ സമയത്ത് ഇഷിത വിളിക്കാൻ കേട്ടോ. എന്താ തിരക്കുണ്ടോ എന്ന് ചോദിക്കാൻ കേട്ടോ. എത്ര തിരക്കുണ്ടെങ്കിൽ താൻ വിളിച്ചാലത് മാറ്റി വയ്ക്കാതെ പറ്റുമോ? അതെന്താണെന്ന് ചോദിക്കുമ്പോൾ തൻ്റെ കിളിനാദം കേൾക്കാൻ കളനാദം കേൾക്കാമെന്ന് പറയട്ടോ. ഈ കള എന്ന് ഉദ്ദേശിച്ചതാണല്ലേ എന്നെ എന്ന് ചോദിക്കണം കേട്ടോ. ഒന്ന് മനസ്സമാധാനത്തോടുകൂടി സ്നേഹിക്കാമെന്ന് വിചാരിച്ചാൽ അതും സമ്മതിക്കില്ല ഏതാ എന്ന് ചോദിക്കണം. മതി സോപ്പിട്ടത് മതി, ഞാനൊരു കാര്യം ചോദിക്കാൻ വേണ്ടി വിളിച്ചതാണെന്ന് പറയും കേട്ടോ. അപ്പോൾ എന്താ അത്, ഞാൻ ഷാദിനെ നാളെ വീട്ടിലേക്ക് ഒന്ന് കൊണ്ടുവന്നോട്ടെ. അതിനെന്താ കൊണ്ടുവന്നോ, തൻ്റെ മകനാകുമ്പോൾ എൻ്റെയും കൂടി മകനാണല്ലോ, നമുക്ക് അടിച്ചു പൊളിക്കാമെന്ന് പറയട്ടെ. ഷാദിൻ്റെ കൂടെ കുറച്ച് സമയം ചിലവഴിക്കേണ്ടി വരും, അതൊക്കെ ചെയ്യാം എന്നൊക്കെ മഹേഷ് പറയാൻ കേട്ടോ. അതിനുശേഷം പിന്നീട് ആകാശ് പ്രൈവറ്റ് ഡിറ്റക്റ്റീവിനെ ഫോൺ ചെയ്ത് സംസാരിക്കുകയാണ്. അപ്പോൾ അയാൾ പറയുന്നുണ്ട് ആകാശിൻ്റെ വണ്ടി ഇടിച്ചിട്ടാണ് കുട്ടിക്ക് ആക്സിഡൻറ്റ് സംഭവിച്ചത്. നോ എന്ന് പറഞ്ഞിട്ട് ആകാശ് പറയുന്നുണ്ട് ഇല്ല, സത്യമായിട്ടുള്ള കാര്യമാണ്, ആകാശിൻ്റെ വണ്ടി തന്നെയാണ് ആ കുട്ടീനെ ഇടിച്ചതെന്ന് പറയാം കേട്ടോ. അങ്ങനെ അയാൾ പക്ഷേ കുട്ടീനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഫോൺ കട്ട് ചെയ്യുമ്പോഴേക്കും അവിടേക്ക് രചന വരാനിട്ട് എന്താ കാര്യം എന്ന് ചോദിക്കണം. ആകാശെ നമുക്ക് അതേക്കുറിച്ച് അന്വേഷിക്കേണ്ടേ ചോദിക്കുകയാണ് കേട്ടോ. അതിനെ നമ്മൾ അന്വേഷിക്കുന്നുണ്ടല്ലോ, പിന്നെ സ്കൂളിലുണ്ടെന്നാണല്ലോ അവർ പറയുന്നത്, പിന്നെ നമ്മൾ അന്വേഷിച്ചിട്ട് എന്താ കാര്യം, സ്കൂളിലുള്ള കുട്ടീനെ ഇവിടെ കണ്ടെത്താൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. ഇല്ല മഹേഷ്, ഇതിലെന്തോ ദുരൂഹതയുണ്ട്, എനിക്കറിയാം. മഹേഷ് എന്നല്ല ആകാശ്, മഹേഷിൻ്റെ കസ്റ്റഡിയിലുണ്ടായിരിക്കും കൊച്ച്, എനിക്കറിയാം. എൻ്റെ മോനെ അവൻ കൊണ്ടുപോയി, മഹേഷ് കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കരയാണ് കേട്ടോ. എന്താ രചന ഇത്, താൻ ഇങ്ങനെ ആയാലോ, ഒരിക്കലും അവനെ ആരും കൊണ്ടുപോയിട്ടില്ല, അവൻ ഊട്ടിലുള്ള സ്കൂളിൽ തന്നെ ഉണ്ടാവും. എങ്കിൽ നമുക്ക് ഊട്ടിലുള്ള സ്കൂളിലേക്ക് പോയാലോ? ശരി, ഞാൻ നാളെ സ്കൂളിലേക്ക് പോയിട്ട് വരാം. അയ്യോ ആകാശ് മാത്രം പോകണ്ട, ഞാനും കൂടെ വരാം. എന്താ എന്നെ വിശ്വാസമില്ലേന്ന് ചോദിക്കുകയാണ്. അയ്യോ ഇത് വിശ്വാസത്തിൻ്റെ കാര്യമല്ല, എനിക്ക് എൻ്റെ മോനൊന്ന് കാണുകയും ചെയ്യാലോ ആകാശ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നിവൃത്തിയില്ലാതെ ആകാശ് ആന്ന് പറയാൻ കേട്ടോ. ഈ സമയത്താണ് പുറത്തൊരു ബൈക്ക് വന്ന് നിൽക്കുന്നത്, ശബ്ദം കേൾക്കുന്നത്. രണ്ടുപേരും കൂടെ പുറത്തേക്ക് ചെല്ലുമ്പോൾ ജോർജ് മാത്യു ആണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ പറയുന്നുണ്ട് ഞാൻ മഹേഷിൻ്റെ വീട്ടിലൊക്കെ സെർച്ച് ചെയ്തു, പക്ഷേ കൊച്ചവിടെ ഇല്ല. പക്ഷേ ഒരാളെ ഞാൻ ഡ്യൂട്ടിക്കായിട്ട് വെച്ചിട്ടുണ്ട്, അപ്പോൾ അയാൾ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് കണ്ടെത്തിക്കോളൂ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും മഹേഷിൻ്റെ കസ്റ്റഡിയിലുണ്ടെങ്കിൽ അവിടേക്ക് വരാതിരിക്കില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ അയാൾ പറയുകയാണ് അതെ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചിട്ടുണ്ട്, 4 ദിവസം മുമ്പ് സംഭവിച്ചിരണം, ഇപ്പോഴാണ് റിപ്പോർട്ട് ചെയ്തതെന്ന് പറയാൻ കേട്ടോ. ആക്സിഡൻറ്റോ എന്ന് ചോദിക്കാൻ കേട്ടോ രചന. അപ്പോൾ ആകാശിനാണെങ്കിൽ ഭയങ്കര നെഞ്ചിടിച്ചിട്ട് പാടില്ല. അപ്പോൾ ആകാശം ആക്സിഡൻറ്റും ആദ്യം തമ്മിൽ എന്താ ബന്ധം, താൻ എന്തൊക്കെയാണ് ഈ പറയുന്നത്, അതൊക്കെ വേറെ എവിടെയെങ്കിലും പോയി പറയും, ഇവിടെയാണോ എന്ന് പറയുന്നതൊക്കെ ചോദിച്ചിട്ട് നിൽക്കുന്നത് കേട്ടോ. അതിൻ്റെ വീഡിയോ ഞാൻ നിങ്ങളുടെ 2 പേരുടെ ഫോണിലേക്ക് സെൻഡ് ചെയ്തിട്ടുണ്ടെന്ന് പറയും കേട്ടോ. അപ്പോൾ അങ്ങനെ വേഗം തന്നെ രചന ഫോൺ നോക്കുകയാണ് കേട്ടോ. ഫോൺ നോക്കിയിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ അതിൽ ആ വീഡിയോ ആണ്, അതായത് ആകാശിൻ്റെ കാറ് കുട്ടീനെ ഇടിക്കുന്നതായിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അയ്യോ ഇത് എൻ്റെ മോനാണ്, എൻ്റെ മോൻ തന്നെയാണ്, ഇത് ആദ്യമാണ്, അയ്യോ എൻ്റെ മോൻ എന്ത് പറ്റിയെന്ന് ചോദിച്ചിട്ട് കരയാൻ തുടങ്ങൂട്ടോ രചന. അപ്പോൾ ആകാശാണെന്നുണ്ടെങ്കിൽ നോക്കുന്നില്ല, കാരണം ആകാശിന് കാര്യം മനസ്സിലായി, തൻ്റെ കാറ് തട്ടിയിട്ടാണ് ആദ്യം അങ്ങനെ സംഭവിച്ചതെന്നും ആ വീഡിയോ ആണ് രചന കാണുന്നതെന്നൊക്കെ മനസ്സിലായിട്ടോ. അങ്ങനെ ജോർജ് മാത്യുവിനോട് ആകാശ് ദേഷ്യപ്പെടുന്നു. താൻ ഇതൊക്കെ ഇവിടെ വന്ന് പറയേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ ദേഷ്യപ്പെടും കേട്ടോ. സാർ എനിക്കിത് എന്തായാലും പറഞ്ഞില്ലേ പറ്റൂ എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ ആകാശ് ദേഷ്യപ്പെട്ട് നിൽക്കുന്ന സമയത്ത് രചനയാണെന്നുണ്ടെങ്കിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എൻ്റെ മോൻ എന്ത് സംഭവിച്ചു, എൻ്റെ മോൻ എവിടെ പോയി എന്നൊക്കെ പറയട്ടോ. പക്ഷേ ആക്സിഡൻറ്റ് സംഭവിച്ചിട്ട് ഇതുവരെ ആരും കുട്ടീനെ ഹോസ്പിറ്റലിലേക്ക് ഒന്നും കൊണ്ടുപോയിട്ടില്ല, ഒരു സ്ത്രീ എടുത്തുകൊണ്ട് പോയി എന്നാണ് പറയുന്നതെന്ന് പറയട്ടോ. അപ്പോൾ ആകാശ് ഒരു സ്ത്രീയോ, അതെ ഒരു സ്ത്രീ എടുത്തുകൊണ്ട് പോയി എന്നാണ് പറയുന്നത് പറയട്ടോ. അതിനുശേഷം ആ പോലീസുകാരൻ പോകും കേട്ടോ. രചനയാണെന്നുണ്ടെങ്കിൽ ആകാശിനെ കെട്ടിപ്പിടിച്ച് കരയുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്ന. വീഡിയോ ഇഷ്ടപ്പെട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.